എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രുചിയിൽ എങ്ങനെ ചിക്കൻ ഷവർമ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു തയ്യാറാക്കുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള ചിക്കൻ ഷവർമ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൻ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ഷവർമ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ ഷവർമ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുബൂസ് ഉണ്ടാക്കുകയാണ്. കുബൂസ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തയ്യാറാക്കുമ്പോഴാണ് ആ ചിക്കൻ ഷവർമ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ് കുബൂസ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദ നമ്മൾ ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഈ മാവ് പൊങ്ങാനായിട്ട് വെക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഈസ്റ്റ് മാത്രം എടുത്താൽ മതിയാകും. ഒരുപാട് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കുബൂസിൽ ചെറിയൊരു ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കുറച്ച് എടുത്തിട്ട് കൂടുതൽ സമയം ഇത് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ എടുത്താൽ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പെന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലെന്ന് പറയുമ്പോൾ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു മാവ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടുള്ള വെള്ളം ആകരുത്, ഒരുപാട് തണുത്ത വെള്ളം ആകരുത്. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഈ ഒരു മാവ് കുഴയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവെന്ന് പറയുന്നത് ഒരു കോമൺ മാവാണ്. ബ്രെഡ് ആയാലും അതുപോലെ തന്നെ പിസ്സ എല്ലാത്തിനും നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള മാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള അളവ് വെച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാവ് ഇതുപോലെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുഴയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പം കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ അവിടെ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മിനിമം ഒരു 8 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി കൗണ്ടർ ടോപ്പിന് മുകളിൽ നിങ്ങൾക്ക് ഇടണ്ടാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ തന്നെ വെച്ച് കുഴച്ചാലും മതിയാകും. ഇപ്പോൾ നമ്മളൊരു 8 മിനിറ്റ് ഇത് കുഴച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുക. ഈ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ നമ്മൾ ഇതിലൊന്ന് ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് അതിന് മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇനി ഇത് നനഞ്ഞ തുണി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ ഒന്ന് മൂടിയതിന് ശേഷം കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഡബിളായി കിട്ടും. 1 മണിക്കൂർ മതിയാകും. പക്ഷേ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ 1.5 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഡബിളായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് കുബൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഒരുപാട് നേരം ഇട്ട് ഇത് കുഴക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയി വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുഴച്ച് കൊടുത്താലും മതിയാകും. ഇത് കുഴച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈക്വൽ സൈസിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കുബൂസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെ കട്ട് ചെയ്തോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പരത്താനും അതുപോലെ തന്നെ ഇത് പൊട്ടിപ്പോവുകയില്ല നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്തെടുക്കുന്ന മാവ് നമ്മൾ ഒരു നനഞ്ഞ ടവലിട്ട് ഒന്ന് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പരത്താനും അതുപോലെ തന്നെ ഇത് പൊങ്ങി വരികയില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി ഒരു നനഞ്ഞ ടവലിന് താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസ് കിട്ടും.
അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനി ചപ്പാത്തിക്ക് റോൾ ചെയ്യുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് തിന്നാക്കി എടുക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലും ആക്കരുത്. പക്ഷേ കുറച്ചൊരു കട്ടി വേണം. ആ ഒരു തിക്നെസ്സിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ പരത്തിയതിന് മുകളിലായിട്ടും ഇതുപോലെ ടവലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ കുബൂസ് കിട്ടുക. അപ്പോൾ ഇവിടെ കിടന്നും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പരത്തി ഒരു ടവലിൻ്റെ താഴെയിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു 15 മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് കല്ല് വേണ്ടത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുമിളകൾ വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മാവ് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു കുബൂസ് ചെറുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പോലും കൊടുക്കേണ്ട, അല്ലാതെ തന്നെ ഇത് നല്ലതായിട്ട് കുമിളിച്ച് വരും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചൂട് ആവി കയറിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് ഇത് പ്രസ് ചെയ്യരുത് നമ്മൾ ഈ തവി വെച്ചിട്ട്. അങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കുക. അപ്പോൾ ഈ ചുട്ടെടുത്തതിന് ശേഷം ഇത് ഒരു ടവലിലോ ഒക്കെ പൊതിഞ്ഞ് വെക്കുക, തുറന്ന് വെക്കരുത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മയണൈസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ വിശദമായിട്ട് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് കാണേണ്ടവർ അതിൻ്റെ ലിങ്ക് ഒന്ന് നോക്കുക. ഞാനിവിടെ എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, 3 ടേബിൾ സ്പൂൺ പാല്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചുട്ടത്, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതായത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും 3 ടേബിൾ സ്പൂൺ പാലും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അപ്പോൾ ഇതിലേതെങ്കിലും കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മയണൈസ് നമുക്ക് കിട്ടും. ഇതൊരു എഗ്ലെസ് മയണൈസാണ്. നിങ്ങൾക്ക് എഗ് വൈറ്റ് വെച്ചിട്ടും ഈ ഒരു മയണൈസ് തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടറ്റോ എടുക്കുമ്പോൾ എഗ്ഗിൻ്റെ ആവശ്യമില്ല. നല്ല ഇതുപോലെ ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് കിട്ടും. നമ്മൾ ഇതിലേക്ക് ഇനി ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി അതൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ഫില്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ അറബിക് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അറബിക് മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് നമ്മൾ മന്തിക്കും കപ്സയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന മസാലയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം, നല്ലൊരു സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല ടേസ്റ്റിലും കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്കിത് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വേകുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ഷവർമ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇനി ഷവർമയിൽ പ്രധാനമായിട്ട് വേണ്ടത് പച്ചക്കറികളാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബർ എടുത്തിട്ടുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി, ഒരു ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്. ഉള്ളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ലെറ്റസ് അല്ലെങ്കിൽ ക്യാബേജ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ എല്ലാവർക്കും കിട്ടുന്ന ക്യാബേജാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പൊടിയായിട്ട് അരിയാം, അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിലരിയാം. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ഇതുപോലെ റോൾ എന്ന് പറയുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഈ തക്കാളിയും കുക്കുമ്പറൊക്കെ അരിഞ്ഞിടുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഗോതമ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ട് നോക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സോസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സോസിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുപോലെ ചിക്കൻ്റെ കഷ്ണങ്ങളിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സോസ് ചേർക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുബൂസൊക്കെ ഇപ്പോൾ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് ഒരു കുബൂസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ കുബൂസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 ലെയറായിട്ടായിരിക്കും വരിക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കുബൂസാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗാർലിക് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, ഗാർലിക് സോസായിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഗാർലിക് സോസായിട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത ഷവർമയിൽ ഞാനൊരു ചില്ലി ഗാർലിക് സോസാണ്, അതായാലും നല്ലതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് ഇതുപോലെ നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷവർമ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പിക്കിൾഡ് വെജിറ്റബിൾസ് കാണും, ഒന്നിൽ ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബർ അല്ലെങ്കിൽ ചില്ലി. അപ്പോൾ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ പാക്കറ്റിൽ ഇതുപോലെ കുപ്പിയിലിട്ട് വാങ്ങാനായിട്ട് കിട്ടും ഇതുപോലെ കുക്കുംബറും. അപ്പോൾ ഇത് കുറച്ച് മധുരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു പിക്കിൾഡ് കുക്കുംബറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. വിനീഗറിലിട്ട് വെച്ചാലും മതി, വിനീഗറും ഉപ്പും കൂടി ഇട്ടിട്ട് പച്ചക്കറികൾ ഇങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ 2 കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെക്കുക. അതിന് മുൻപായിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് സോസ് കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ആണെങ്കിൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇത് പൊട്ടിയൊന്നും പോവില്ല. അപ്പോൾ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പറിലൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ഇതുപോലെ കട്ട് ചെയ്യാതെ ഫോൾഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെക്കാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക്. ഇനി അടുത്തത് ഇതുപോലെ നമ്മൾ കട്ടൊന്നും ചെയ്യാതെ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതും അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഷവർമ കഴിക്കണം തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ റെസിപ്പികൾ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയമുള്ളതുപോലെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളുടെ പഴയ റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്